الحمد لله رب العالمين الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും അവർ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. റഹ്മാനായ രക്ഷിതാവായ അല്ലാഹു നമുക്ക് നൽകിയ വളരെ പരിമിതമായ ഒരു കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയാണ് ഒരു വിശ്വാസി വിനിയോഗിക്കേണ്ടത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിത്യജീവിതവും നമ്മുടെ ജീവിതത്തിലെ അജണ്ടകളുമൊക്കെ മറ്റു പലരുമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ സംസ്കാരവും കാഴ്ചപ്പാടുകളുമൊക്കെ എന്തായിരിക്കണമെന്ന് നമ്മളറിയാത്ത പലരും റിമോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡാറ്റകളാണ് ആധുനിക ലോകത്ത് ഏറ്റവും വില കൂടിയ സാധനം. നമ്മുടെ ഒരു കടയിൽ പോയി പർച്ചേസിംഗ് നടത്തിയാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ വാങ്ങുന്നത് വെറുതെ അല്ല. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ അവരുടെ പ്രോഡക്ട്സ് ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം നഗരങ്ങളിൽ, ഏതെല്ലാം ജനപദങ്ങളിൽ, ഏതെല്ലാം ഗ്രാമങ്ങളിൽ ആരൊക്കെ വാങ്ങുന്നു എന്ന കൃത്യമായ കണക്ക് അവരുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. നമ്മുടെ ടേസ്റ്റുകൾ പോലും നിയന്ത്രിക്കുന്നത് നമ്മളല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ വിജയികളായി മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അതിനപ്പുറം ശരികളെയും തെറ്റുകളെയും വളരെ സമർത്ഥമായി കൂട്ടിയോജിപ്പിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരി ഏതാണ്, തെറ്റേതാണെന്ന് മനസ്സിലാവില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. അത് നിർമ്മിത ബുദ്ധിയാണ്. അത് പലപ്പോഴും നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുകയോ മരവിപ്പിച്ച് കളയുകയോ ചെയ്യുന്ന ഒന്നായി രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം ഏതാണ്, യാഥാർത്ഥ്യമല്ലാത്തത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ പ്രവർത്തിക്കുവാനും ആരാധനകൾ നടത്തുവാനും സൽക്കർമ്മനിരതമായി ജീവിതം നയിക്കുവാനും മുന്നോട്ട് പോകുവാനും ആവശ്യമായ ഒരു ജീവിത പദ്ധതി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷക്കാലത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇക്കാലത്ത് അതീവ ശ്രദ്ധ വേണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മള് നിലകൊള്ളുന്ന ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ റജബ് മാസമാണ്. അപ്പൊ റജബ് മാസത്തിൽ
ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പല പല വീഡിയോകളും സംസാരങ്ങളും പ്രഭാഷണങ്ങളും റീലുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. മുമ്പത്തെ പോലെയല്ല, ഇന്നൊരു കാര്യം ലോകത്തിന്റെ എല്ലാ കോണുകളിലും നിമിഷാർദ്ധങ്ങൾ കൊണ്ട് എത്തുകയാണ്. ഒരു ഉദാഹരണം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. റജബ് മാസത്തിന് ഇസ്ലാം കൽപ്പിച്ച പ്രാധാന്യമുണ്ട്, അതേ ഉള്ളൂ. അതിനപ്പുറം അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പല കാര്യങ്ങളും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, അതിൽ വന്ന ഏതാണ്ട് മിക്ക ഹദീസുകൾ എന്ന പേരിൽ അതിൽ വന്നതൊക്കെ ഒന്നുകിൽ വൈഫ് ആയതോ അല്ലെങ്കിൽ മൗദൂ ആയതോ എന്നാണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, സ്വീകാര്യയോഗ്യമല്ല. മൗദൂ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയ ഹദീസുകൾക്കാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തകൾക്കാണ് മൗദൂ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ 4 മാസങ്ങളെ പവിത്രമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഒന്ന് ദുൽഖഅദയും, മറ്റൊന്ന് ദുൽഹിജ്ജയും, മൂന്നാമത്തേത് മുഹറവും. ഇത് മൂന്നും തുടർന്നു വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ എന്ന് പറഞ്ഞാൽ 11-ാമത്തെ മാസമാണ് അറബിയിൽ. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 12-ാമത്തെ മാസം. മുഹറം എന്ന് പറഞ്ഞാൽ 1-ാമത്തെ മാസം. മുഹറാണ് തുടക്കം. 4-ാമതായി വരുന്ന മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഈ 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ പവിത്രമാകുന്നു. 12 മാസങ്ങളെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 തുടർന്നു വരുന്നതും പിന്നെ 7-ാമത്തെ മാസമായ റജബും. റജബ് മുളർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു. മുളർ ഗോത്രത്തിന്റെ റജബ് എന്ന് പറയാൻ കാരണം പവിത്രമായ മാസങ്ങൾ ഏതാണ് എന്ന വിഷയത്തിൽ അറേബ്യയിൽ 2 ഗോത്രങ്ങളായിരുന്ന റബിയ ഗോത്രത്തിനും മുളർ ഗോത്രത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. റബിയ ഗോത്രക്കാര് പറഞ്ഞിരുന്നത് റമദാനിനാണ്, 4-ാമത്തെ മാസം റമദാനിനാണ് പവിത്രത. എന്നാൽ മുളർ ഗോത്രക്കാര് പറഞ്ഞിരുന്നത് റജബ് മാസത്തിനായിരുന്നു. അപ്പൊ അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ തിരുത്തിക്കൊണ്ട് കൃത്യമായി പറഞ്ഞു, ഓ റജബ് മുളർ ഗോത്രം പറയുന്ന റജബ് മാസമാകുന്നു ആ പവിത്രമായ മാസം. ജാഹിലിയ കാലത്ത് ഈ റജബിൽ ധാരാളം മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരുന്നു. നോക്കൂ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അതിൽപ്പെട്ട 2-3 ഉദാഹരണങ്ങൾ. ഒന്ന്, ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ പ്രത്യേകമായ 12 റക്അത്ത് നമസ്കാരം. അതേപോലെ തന്നെ പകുതി രാവിൽ 14 റക്അത്ത് നമസ്കാരം. അതേപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറ ചെയ്താൽ കൂലിയുണ്ട് എന്ന് പറയുന്ന റിവായത്ത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഒരു ഉംറ പോലും നിർവഹിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഉദ്ധരിച്ചിട്ടുണ്ട്, റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഉംറ നിർവഹിച്ചിട്ടില്ല, ഒരു ഉംറയും നിർവഹിച്ചിട്ടില്ല റജബിൽ നിന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമായിരുന്നു. അതേപോലെ തന്നെ റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസമാകുന്നു, ഷഅബാൻ എന്ന് പറഞ്ഞാൽ എന്റെ മാസമാകുന്നു, റമദാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മാസമാകുന്നു എന്ന് നബി പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ്. ഇതൊക്കെ ഈ മാസത്തിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ പുതിയ പുതിയ പ്രത്യേകമായ നോമ്പ്, പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ നമസ്കാരങ്ങൾ അങ്ങനെ ഇല്ല. പിന്നെ എന്തുമാത്രം 3 കാര്യങ്ങൾ. ഒന്ന്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാകുന്നു റജബ്. ആ പവിത്രതയുണ്ട്. ആ മാസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ റജബ് മാസത്തിലാകുമ്പോൾ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ റജബ് മാസത്തിലാകുമ്പോൾ സാധാരണത്തിനേക്കാൾ കവിഞ്ഞ ഗൗരവം അതിനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പുണ്യകർമ്മങ്ങൾ അധികരിക്കാം.
റജബ് മാസമാകുന്നു, അള്ളാഹു പവിത്രമാക്കിയ മാസമാകുന്നു എന്ന ഗൗരവത്തോടു കൂടി തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാം. പിന്നീട് നമ്മൾ ചെയ്യുന്ന സാധാരണയായ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും സുന്നത്ത് നമസ്കാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാം. അതിന് പ്രത്യേക പുണ്യമുണ്ട്. എന്നല്ലാതെ റജബായത് കൊണ്ട് പ്രത്യേകമായ ഒരു നമസ്കാരം, റജബായത് കൊണ്ട് പ്രത്യേകമായ ഒരു നോമ്പ്, റജബായത് കൊണ്ട് ഏതുവരെ എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ വന്ന ഒരു വൈഫായ ഹദീസിൽ റജബ് 27-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് എന്ന വിശുദ്ധ ഖുർആന് വിരുദ്ധമായ റിവായത്ത് വരെ കാണാൻ കഴിയും. നബിയാകുന്നത് എപ്പോഴാണ്? അത് വിശുദ്ധ റമദാനിലെ വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടു കൂടി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിക്കുന്നതോടു കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ പ്രചാരണങ്ങൾക്ക് പിന്നാലെ പോയി ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ഈ മാസത്തെ കുറിച്ച് സൂചിപ്പിച്ചെന്ന് പറഞ്ഞ ആളുകളൊക്കെ പുണ്യകർമ്മമാണ് എന്നതിന്റെ പേരിൽ, മതാചാരമാണ് എന്നതിന്റെ പേരിൽ നോക്കൂ, നിങ്ങൾ നേർച്ചയിൽ ആന ഇടഞ്ഞിട്ട് ആളുകൾ അപകടപ്പെടുത്തുകയാണ്. അവിടെ DJ പാർട്ടിയുണ്ട്, അവിടെ ഇസ്ലാം നിഷിദ്ധമാക്കിയ സ്ത്രീ പുരുഷ സങ്കലനമുണ്ട്, അതേപോലെ തന്നെ മറ്റു മതസ്ഥരായ ആളുകൾ കൊണ്ടാടുന്ന എല്ലാ അവിടെ തന്നെയാണ് പടി. അവിടെ പൊട്ടുന്ന ശിങ്കാരി മേളക്കാരൻ തന്നെയാണ് പടിയും പൊട്ടുന്നത്. അവിടെ ചാടിക്കളിക്കുന്നത് പോലെ തന്നെ എവിടെയും ചാടിക്കളിക്കുന്നത്. ഇസ്ലാമിലെ ഭക്തിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആചാരമോ അനുഷ്ഠാനമോ നേർച്ച എന്ന് പറഞ്ഞ ശരിക്കും അവര് നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞ നേർച്ച എന്താ? ആ നേർച്ച അള്ളാഹുവിനുള്ള നേർച്ചയാണ്, അള്ളാഹുവോടുള്ള പ്രതിജ്ഞയാണ്. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. നേർച്ച ഇസ്ലാമിലുണ്ട്, ആ നേർച്ച പടച്ചവനാണ്. ഏതെങ്കിലും വലിയന്റെ പേരിലോ അതേപോലെ തന്നെ ഏതെങ്കിലും സുദ്ദീഖിന്റെ പേരിലോ ശുഹദാക്കളുടെ പേരിലോ അവരുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നടത്തുന്ന നേർച്ച എന്ന് പറയുന്ന സമ്പ്രദായം, ഉറൂസ് എന്ന് പറയുന്ന സമ്പ്രദായം, അതും മരിച്ചുപോയ ആളുകളുടെ മക്ബറകൾ കബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നടത്തുന്ന അനാചാരങ്ങൾ, ഇതിനൊന്നും ഇസ്ലാമിന് യാതൊരു സ്ഥാനമില്ല. അപ്പൊ അങ്ങനെ ഇതിനെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അത് വേദവാക്യം പോലെ കണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന അപകടകരമായ അവസ്ഥ. ഈ 2024 അവസാനിച്ചപ്പോ ലോകത്ത് എല്ലാ വർഷവും ഒരു വാക്ക് പ്രത്യേകമായ വാക്കായി സാധാരണയായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്ത വാക്കിന്റെ പേര് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്ക്. എന്താ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ? 2024 വേർഡ് ഓഫ് 2024 എന്ന് പറഞ്ഞതാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ നിലവാരം കുറഞ്ഞ ഇതേപോലെയുള്ള കണ്ടന്റുകൾ നിരന്തരമായി കാണുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധിക്കുണ്ടാകുന്ന ശോഷണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട്. അതാണ് 2024 വാക്ക്. ആ വാക്ക് മുമ്പേ ഉണ്ട്, പക്ഷെ അത് ഏതാണ്ട് 250% പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കപ്പെട്ട വാക്കായത് കൊണ്ടാണ് ആ വാക്ക് തിരഞ്ഞെടുത്തത്. വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറഞ്ഞാതാ. നമ്മളെ മാനസികമായി നമ്മളറിയാതെ പലതിലേക്കും കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്ന ഈ രീതി വിശ്വാസരംഗത്തും കർമ്മരംഗത്തും മതരംഗത്തൊക്കെ സജീവമായി നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കയറിയാൽ ഈ കണ്ടന്റൊക്കെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോ ഈ ബ്രെയിൻ റോട്ടിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇപ്പൊ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അധ്യാപകരൊക്കെ സാധാരണ പറയാറുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടിക്ക് കോൺസെൻട്രേഷൻ പോവാണ്. മുമ്പത്തെ പോലെ ഒരു ഹവറോ 45 മിനിറ്റോ 50 മിനിറ്റോ ഒരു മണിക്കൂറൊന്നും ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും അവരുടെ ചിന്താശേഷി വേണ്ടത്ര ക്രിയേറ്റീവ് ആകുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് പേഴ്സണാലിറ്റി ചേഞ്ചുകൾ ഉണ്ടാകുന്നു. ബ്രെയിൻ റോട്ട് കാരണം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ പറയുന്ന ഒന്ന് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മണിക്കൂറുകളോളം സ്ക്രീനിൽ ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഉണ്ടാകുന്ന വൈകല്യമാകുന്നു അത്. മറ്റൊന്ന്,
ഡിഫിക്കൽട്ടി ടു തിങ്ക് ക്ലിയർലി എന്നാണ്. കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ഡിസോറിയന്റേഷൻ ഉണ്ടാകും. കാര്യങ്ങളെ കൃത്യമായി വിഭജിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുക. മൂഡ് സ്വിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്വഭാവ രീതികളിൽ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ ഇതേപോലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ സമയം ഇരിക്കാനുള്ള കഴിവില്ലാതെയാകും. അപ്പൊ 6 മണിക്കൂറും 8 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപഴകുന്നത് അതിന്റെ പിന്നാലെ ഞാൻ പറയുന്നത് വിശ്വാസപരമായും കർമ്മപരമായും ക്രയശേഷി ഉപയോഗിക്കുന്ന മേഖലകളിലാണെങ്കിൽ അങ്ങനെ. പിന്നീട് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു നൽകിയ സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുക എന്നത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി. അതിനെ സാങ്കേതികമായി പറഞ്ഞിരിക്കുന്ന വാക്ക് സോംബി സ്ക്രോളിംഗ് എന്നാണ്. സോംബി സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോവുക. ആ സ്ക്രോൾ ചെയ്തു പോകുക എന്നുള്ളത് ഒരു രോഗാവസ്ഥയിലേക്ക് മാറുക. അതിൽ കണ്ടന്റുകൾ മാറി മാറി വരുന്നത് കൊണ്ട് കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടൂല. ഓരോ കണ്ടന്റും വ്യത്യസ്തമാണ്. എന്നാൽ അതിന് നമ്മൾ അറിയാതെ അഡിക്റ്റ് ആയി തീരുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ മനസ്സിലൂടെ ഒക്കെ പോകുന്നുണ്ടാകും മണിക്കൂറുകളോളം ഈ റീലുകളൊക്കെ കാണുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സമയത്തെയും നമ്മുടെ പ്രവർത്തന രീതിയെയും നമ്മുടെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും നമ്മുടെ മനസ്സാന്നിധ്യത്തെയും ചിന്താശേഷിയെയും ഒക്കെ അപകടപ്പെടുത്തുന്ന ഒരു കാലം ആയതുകൊണ്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതിനെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. നോക്കൂ, നിങ്ങൾ അടുത്ത 15-ാം തീയതി ആകുമ്പോ പാലിയേറ്റീവ് കെയർ ദിനം വരാൻ പോവുക. എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിക്ക് പ്രവർത്തിക്കുവാൻ ഇഷ്ടം പോലെ മേഖലകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിച്ച ഒരു കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇന്ന് ആധുനിക തലമുറയിലൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് രോഗികളെ സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്വൻ എന്ന് പറഞ്ഞിട്ട് നബി എണ്ണി പറഞ്ഞ കാര്യമാണ്. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ഹക്കാണത്, ബാധ്യതയാണ്. പക്ഷെ നമ്മുടെ പുതിയ തലമുറയിലൊക്കെ പലപ്പോഴും അങ്ങനെ അജണ്ടയില്ല. ചിലപ്പോൾ അടുത്ത വീട്ടിൽ രോഗി ഉണ്ടാവും, അടുത്ത ബന്ധുവായി രോഗി ഉണ്ടാകും, പാരാപ്ലീജിയ രോഗികളായൊക്കെ നട്ടലിനൊക്കെ ക്ഷതം ബാധിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന രോഗികൾ, അതേപോലെ തന്നെ പലപ്പോഴും ആരും പരിചരിക്കാനില്ലാത്ത രോഗികൾ, ആരും ശ്രദ്ധിക്കാനില്ലാത്തവർ, ഒറ്റപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സന്ദർശിക്കുക എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആൾ ആരുണ്ട്? അപ്പോൾ സദസ്സെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ഞാനുണ്ട് നബി എന്ന് പറയും. ഇന്ന് ഒരു ജനാസയുടെ കൂടെ പോയവരാരുണ്ട്? ഞാനുണ്ട് നബി എന്ന് പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്നവൻ, പ്രവാചക തിരുമേനി പറഞ്ഞ കാര്യങ്ങളെ അപ്രകാരം സത്യപ്പെടുത്തിയവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദശാസന്ധിയായ ഹിജ്റയിൽ കൂടെ പോകുവാൻ ഭാഗ്യമുണ്ടായ മഹാനായ സ്വഹാബിയാണ് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ഞാൻ തിരഞ്ഞെടുക്കുമെങ്കിൽ അത് അബൂബക്കർ ആയിരിക്കും റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മയിൽ മുൻകടന്നു വരാനുള്ള താല്പര്യമാണ്. അപ്പൊ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ ആന ചവിട്ടുന്നിടത്ത് പോയി നിൽക്കേണ്ടവരല്ല മുസ്ലിം കമ്മ്യൂണിറ്റി ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള അത്യാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും ബ്ലൈൻഡായ വീഡിയോകൾ കണ്ട് അതിന്റെ പുറകെ പോകേണ്ടവരല്ല. ഇങ്ങനെ ബ്രെയിൻ റോട്ടിന് വിധേയരായി സമയവും ചിന്താശേഷിയും മരവിപ്പിക്കേണ്ടവരല്ല നമ്മുടെ ന്യൂജൻ എന്ന് പറഞ്ഞാൽ. ന്യൂജൻ എന്ന് പറയുന്നതിന് പകരം ഇന്ന് നമ്മുടെ യുവസമൂഹത്തെ പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു വാക്ക് ഇൻസ്റ്റാ ജനറേഷൻ എന്നാണ്. ഇൻസ്റ്റാ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളും നമ്മുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ അവർ അധിക സമയമുള്ള ഇൻസ്റ്റാഗ്രാമിലാണ്. ഒരു യാത്ര പോകുമ്പോൾ എങ്ങനെ റീൽ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ള അവർ ആലോചിക്കുന്നത്. അത് കുറ്റപ്പെടുത്തല്ല, അത് ഈ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ നമ്മൾ അറിയാതെ സന്നിവേശിപ്പിച്ച ഒരു അജണ്ടയാണ്. ഞാൻ പറയുന്നത് അവിടെ ബോധപൂർവമായ ഒരു തിരിച്ചറിവുണ്ടാകണം. അവിടെയാണ് ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെ മലബാർ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ 100-ലധികം പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. നമ്മൾ എത്ര ആളുകൾ അതുമായി സഹകരിക്കുന്നുണ്ട്? ഈ ജനുവരി 15 ആകുമ്പോൾ പാലിയേറ്റീവ് കെയർ ഡേ ആചരിക്കാൻ പോവാണ്.
കളക്ഷന്റെ പാത്രവുമായി അതിന്റെ പ്രവർത്തകർ നമ്മുടെ അടുത്ത് അവരന്യരല്ല. നമ്മളെ പോലെയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥരായ ആളുകൾ, വിദ്യാർത്ഥികളായ ആളുകൾ, സാമൂഹ്യ പ്രവർത്തകരായ ആളുകൾ, രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ വോളണ്ടിയേഴ്സ് ആയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ലോകത്തെ തന്നെ അത്ഭുതകരമായ ഒരു കൂട്ടായ്മയാണ് പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ. അത് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗവേഷണ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ വരികയാണ് പാലിയേറ്റീവ് കെയർ സെന്ററുകളെ കുറിച്ച് പഠിക്കാൻ. നമ്മുടെ അങ്ങാടിയിൽ അതുണ്ട്. നമ്മുടെ വെളിപ്പാടകലെ പാലിയേറ്റീവ് കെയർ സെന്റർ കൊണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ടോ? എന്താ അവിടെ നടക്കുന്നത് നമുക്കറിയോ? ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത് അറിയോ? രോഗികളായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള, കിഡ്നി ഫെയിലിയർ പോലെയുള്ള, പാരാപ്ലീജിയെ ബാധിച്ച് കിടപ്പിലായ നിത്യരോഗികളായ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, മരണം എനിക്ക് ആസന്നമായിരിക്കുന്നു എന്ന് ഉറപ്പായ മനുഷ്യരെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് പാലിയം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. പാലിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതപ്പ് എന്നാണ്. ആർക്കാ പുതപ്പ് ആവശ്യമുള്ളത്? തണുത്ത് വിറക്കുന്ന, സംരക്ഷണം ആവശ്യമുള്ള മനുഷ്യർക്ക് നമ്മൾ പുതപ്പിട്ട് മൂടി കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാ ഗുഹയിൽ നിന്ന് വഹീന്റെ ആദ്യ ഭാഗങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ വിറച്ചു. എന്താ വിറക്കാൻ കാരണം? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കൂട്ടിപ്പിടിച്ചു. ഇഖ്റ എന്ന് പറഞ്ഞപ്പോ മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. പിന്നെയും പറഞ്ഞു, അങ്ങനെ ഒരു മലക്ക് വരും, എന്നോട് ഇങ്ങനെ പറയും, ഞാൻ പ്രവാചകനാകും, എനിക്ക് വഹീ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാ ഗുഹന്റെ മുകളിൽ പോയിരുന്നത്. മക്കയിലെ അത്യാചാരങ്ങളും അനാചാരങ്ങളും മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളും തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാൻ കഴിയാതെ മല കയറിയതാ, ഒറ്റക്ക് പോയിരുന്നതാ. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഗൈഡൻസും കൂടിയാണ്. അങ്ങനെ മലക്ക് വന്നു, കെട്ടിപ്പിടിച്ച് രണ്ടാമത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടിപ്പിടിച്ചപ്പോ വായിച്ചു. ആ വായനയിൽ വിറച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലമുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഖദീജ ബിവിയുടെ അടുത്ത് വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിട്ട് മൂടിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിൽ അടുത്ത സൂറത്ത് അതാ, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്, ജനങ്ങൾക്ക് പോയിട്ട് മുന്നറിയിപ്പ് നൽകുക. സമ്മിലൂനി ഖദീജ എന്നത് മലയാളത്തിലെ വളരെ വൈറലായ ഒരു ഗാനമായി അടുത്ത കാലത്ത് പുറത്തിറങ്ങി. സമ്മിലൂനി ഖദീജ എന്ന പുതപ്പിട്ട് മൂടുന്നവർ. ആ പുതപ്പാണ് ഈ പാലി എന്ന് പറയുന്ന വാക്ക്. നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആരും പരിചരിക്കാനില്ലാത്ത ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകളിലൊക്കെ വോളണ്ടിയർമാരായ ആളുകള് പിന്നെ ഹോം കെയറിന് വേണ്ടി പോകും. ഇവിടെ ഉണ്ടാകും പോകുന്ന ആളുകൾ അവർക്കറിയാം. നേഴ്സുമാര് കൂടെ ഉണ്ടാകും. ആവശ്യമായ വീടുകളിൽ ഡോക്ടർമാരും പോകും. സൗജന്യമായ പരിചരണം. അവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവരിൽ പലരും മരണം മുന്നിൽ കണ്ട് നിമിഷങ്ങളിൽ കഴിഞ്ഞു കൂടുന്ന ആളുകളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വീട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും, പക്ഷെ അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ അവരെ കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ ട്രെയിൻഡ് വോളണ്ടിയേഴ്സിന് കഴിയും. അവർക്ക് ചെറിയ പരിചരണങ്ങൾ ആവശ്യമുണ്ട്, നഖം വെട്ടി കൊടുക്കുക, വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടാവൂല. അവരുടെ മലമൂത്ര വിസർജന സ്ഥലങ്ങളൊക്കെ പലപ്പോഴും മുറിവ് വന്ന് വൃത്തിയാക്കുന്നുണ്ടാവില്ല. കാരണം ഒരു പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് എത്ര കാലം വെച്ചിട്ടാ പരിചരിക്കുക? നമുക്ക് രോഗം വരുമ്പോ കുറെ ദിവസം കുറെ ആളുകൾ വരും, പക്ഷെ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോ ആ സന്ദർശകരുടെ എണ്ണം കുറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാര്യയും നമ്മൾ മാത്രമായിട്ട് മാറും, നമ്മുടെ മക്കളുണ്ടാകും. പിന്നെ റുട്ടൈൻ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ ഗുഹ്യസ്ഥാനങ്ങളിലൊക്കെ മുറിവ് വന്ന് അവിടുത്തെ രോമങ്ങൾ നീക്കാൻ പോലും ഈ പാലിയേറ്റീവ് വോളണ്ടിയർമാർ തയ്യാറാവുകയാണ്. അവരെ വൃത്തിയാക്കുകയാണ്. പലപ്പോഴും രഹസ്യഭാഗങ്ങളിലുള്ള മുറിവുകൾ അവർ പോയിട്ട് മരുന്നുകൾ വെച്ചു കൊടുത്ത് അത് കെട്ടി വൃത്തിയാക്കി ശുചീകരിച്ച് പുഴുവരിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഈ രോഗികളുടെ കൂട്ടത്തിൽ. അറിയോ? അവർക്ക് ആവശ്യമായ ഭക്ഷണം, അവർക്ക് ആവശ്യമായ തലോടൽ. പലപ്പോഴും വീട്ടുകാര് മരുന്ന് കൊടുക്കുന്നുണ്ടാകും, ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും, പക്ഷെ ആ രോഗിയുടെ അടുത്തൊന്നിരുന്ന് അയാളെ ഒന്ന് ആശ്വസിപ്പിച്ച് അയാളോടൊന്ന് മാനസികമായി സംവദിക്കുവാനുള്ള ചിന്ത പലപ്പോഴും നമുക്കുണ്ടാവില്ല. പക്ഷെ വരുന്ന വോളണ്ടിയർമാർ ചെയ്യുന്ന അതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ മൈഗ്രേഷൻ കൂടിയ കാലത്ത് കാനഡയിലേക്കും UK-യിലേക്കും US-ലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ ചെറുപ്പക്കാര് കൂടുതൽ പോവാണ്. ഈ കാലത്ത് മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുക. കുറച്ചൊക്കെ സമ്പത്തുള്ള മക്കളാണെങ്കിൽ നോക്കാൻ ഒരു ഹോം നേഴ്സിന് ഏർപ്പാടായിപ്പെടും.
ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞാല് ഈ രോഗിയുമായി മാനസികമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ഭക്ഷണം കൊടുക്കും, ചിലപ്പോൾ കുളിപ്പിക്കും. അങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുന്നവരാണ് പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അവര് നഖം വെട്ടിക്കൊടുക്കും, അവര് കുളിപ്പിക്കും, വൃത്തിയാക്കും, മുടി വെട്ടിക്കൊടുക്കും, ഈ രോഗിയെ തലോടും, ഈ രോഗിയുമായി സംസാരിക്കും, അയാളെ ആശ്വസിപ്പിക്കും. മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന പാവങ്ങളായ ആ മനുഷ്യർക്ക് സമാധാനത്തോടു കൂടിയുള്ള ഒരു മരണം പ്രദാനം ചെയ്യുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് മരണാനന്തര ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്ന, ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കുന്ന നിസ്വാർത്ഥ സേവകരാണ് പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു പാലിയേറ്റീവ് വളണ്ടിയർ ആവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പകുതി സാർത്ഥകമാവും. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ മേഖലയിൽ കടന്നു വരണം. മഞ്ചേരി ആസ്ഥാനമായി ഇപ്പൊ കഴിഞ്ഞ വാരം നമ്മുടെ ഒരു ടീം പുതിയ ട്രെയിനിങ് കൊടുത്തു. എന്താ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വൃദ്ധരായി കഴിഞ്ഞുകൂടുന്ന, പരിചരിക്കാൻ ആളുകളില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് പ്രത്യേകമായ പരിശീലനം. അതിന് ഏതാണ്ട് 200 മണിക്കൂർ പരിശീലനമാണ്, 25 ദിവസം. 15ഓളം വാളണ്ടിയർമാരിൽ പങ്കെടുത്തു. പുറത്തിറങ്ങിയ ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. അത് കേട്ടറിഞ്ഞ് പല ആളുകളും അന്വേഷിച്ചു വരികയാണ്. അത് പ്രത്യേകമായ ട്രെയിനിങ് ആണ്. ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പൊട്ടൻഷ്യൽ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ബന്ധപ്പെടണം. നമ്മുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള കൂട്ടായ്മകൾ കൂടുതലായി വരേണ്ട കാലഘട്ടമാണിത്. ഏറ്റവും കുറച്ച് വൃദ്ധസദനങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അത് എന്തുകൊണ്ടാ? നമുക്ക് ഈ ബോധമുള്ളത് കൊണ്ടാ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് എറണാകുളം ജില്ലയിലാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ഈ മൈഗ്രേഷൻ കൂടുതലുള്ളത്. അപ്പൊ നമ്മോട് അള്ളാഹു പറഞ്ഞ ഒരു ബാധ്യത, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് ഒട്ടു പറഞ്ഞത് എന്താ? മാതാപിതാക്കളോട് നന്മ കാണിക്കണം, മുതിർന്നവരെ ആദരിക്കണം, അവരെ പരിചരിക്കണം, രോഗികളെ സന്ദർശിക്കണം. ഇങ്ങനെ നോക്കൂ, നിങ്ങൾ പ്രവർത്തിക്കുവാൻ ഇഷ്ടം പോലെ മേഖലകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതത്തിലൂടെ നമുക്ക് പ്രദാനം ചെയ്യാണ്. അപ്പോഴാണ് നമ്മൾ ആന്റെ ചവിട്ട് കിട്ടിയിട്ട് ബർക്കത്ത് വാങ്ങാൻ പോകുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ. ഇതേപോലെ നമ്മുടെ വിലപ്പെട്ട സമയം, ഞാനും സംസാരിക്കുന്ന, ഞാനും കേൾക്കുന്ന നിങ്ങളും, ഞാൻ എന്നോട് കൂടിയാണ്. ഊസിക്കും വ ഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ് എന്നാണ് ഖുതുബയിൽ ആദ്യം പറയാ. ഊസിക്കും വ ഇയ്യായ, ഞാൻ എന്നോടും നിങ്ങളോടും, നിങ്ങളോട് മാത്രം നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പറയാം. നമ്മൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മനിരതമായ ഒരു ജീവിതത്തിലൂടെ, ധന്യമായ ഒരു ജീവിതത്തിലൂടെ അള്ളാഹുവെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത്, ഉസീകും സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിലൊക്കെ ഭാഗവാക്കാകാനും അതിനോട് ചേർന്നു നിൽക്കാനും അപ്രകാരമൊക്കെ പ്രവർത്തിക്കുവാനും ജീവിതം ക്രമീകരിക്കുവാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ പലപ്പോഴും അതിനുള്ള ഒരു തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് കിട്ടണം. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവ് നമ്മളെ പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്.